ആണ് നമ്മുടെ കരങ്ങളിലുള്ളത്. നമുക്ക് പരിശുദ്ധ വികാരത്തെ എപ്പോഴും കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നടക്കുക അസാധ്യമാണെങ്കിൽ ഈ ഛായാചിത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുമെന്ന പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഏറ്റുപറയുന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ ആ സാന്നിധ്യം നമ്മോടുകൂടി ഉണ്ടായിരിക്കുന്ന വലിയ സാന്നിധ്യമാണ് ഈ ഛായാചിത്രം. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഏറ്റെടുക്കാം. ദൈവത്തിന്റെ തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ തിരുസഭ നമുക്ക് പരിപൂർണ ദണ്ഡവിമോചനം നൽകുന്നുണ്ട്. ഒരു വ്യക്തി പൂർണ്ണമായ അനുതാപത്തോടെ ഉപസാരിച്ച് അന്നേ ദിവസം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിച്ച് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞ് കാരുണ്യ പ്രവൃത്തിയെങ്കിലും ചെയ്ത് അതിനുശേഷം ഈ ഛായാചിത്രത്തെ വണങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അന്നേ വരെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും കടങ്ങളുടെയും പരിപൂർണ പൊറുതി ഇളച്ചു കൊടുക്കുന്ന വലിയ പൂർണ്ണ ദണ്ഡവിമോചനമുള്ള കൃപകളുടെ വലിയ സമുദ്രങ്ങൾ ഒഴുകുന്ന ഒരു വലിയ തിരുനാളാണ് ദൈവകരുണയുടെ തിരുനാൾ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈശോ പറയുന്നത് ഈ തിരുനാളിൽ ഞാൻ എന്റെ കൃപയുടെ നീർച്ചാലുകൾ മലർക്കെ തുറന്നിടുമെന്ന് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ തിരുനാൾ നമുക്ക് സ്നേഹത്തോടെ അന്നേ ദിവസത്തെ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കുവാനായിട്ട് കൂടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം തീഷ്ണതയോടെ ഒരു നാളെന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കരുണയാണ് ഇനി ദേവാലയത്തിൽ വരുവാനായിട്ട് സാധിച്ചത്. അവിടുത്തെ വലിയ ശുശ്രൂഷയുടെ ക്രമീകരിക്കപ്പെട്ടത്. ദൈവത്തിന് നമുക്ക് ധാരാളം നന്ദി പറയാം. സ്നേഹത്തോടെ അവിടുത്തെ ഏറ്റെടുക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ആമേൻ.